ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒരാള് ചീത്ത പറയുന്നു, അത് പ്രശ്നമായിട്ട് വരുന്ന എപ്പോഴാണ്? എനിക്ക് വേദന തോന്നുമ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഞാൻ വേദനിക്കാതെ ഇരുന്നാൽ പോലെ, അയാൾ പറഞ്ഞോട്ടെ, തീർന്നു. അപ്പൊ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങൾ തന്നെയാ, വേറെ ആരുമില്ല, അവരല്ല. അവര് തെറി പറയാന്നുള്ള അവരുടെ ഹോബിയാണ്. പണം കടം മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാതിരിക്കാന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്. അതല്ല അവരുടെ എല്ലാ പ്രശ്നം നമ്മുടെയാണ്. നിങ്ങൾ കൊടുത്തു, കൊടുത്തില്ല, തിരിച്ചു കിട്ടി, കിട്ടിയില്ല, അതല്ല പ്രശ്നം. നിങ്ങളോട് ആര് പറഞ്ഞു വേദനിക്കാൻ? നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആര് തന്നിരിക്കുന്നു? യു ആർ ഡൂയിങ് എ ക്രൈം. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കുന്നത്. നിന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ നിന്നെ നീ ഉപദ്രവിക്കല്ലേ ചെയ്യുന്നത്? സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അവനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ്. അവനെ, മോളെ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അവനെ കൊണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. അതിന് പകരം അവനെ വേദനിപ്പിക്കുകയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം അവനെ വേദനിപ്പിക്കുകയാണ്. അതിനെ നമ്മൾ ചെയ്യുന്നത്. സോ ഹു ഈസ് ക്രിയേറ്റിംഗ് ദ പ്രോബ്ലം? ഐ ആം ക്രിയേറ്റിംഗ് ദ പ്രോബ്ലം. ആരാണ് ഉത്തരവാദി? ഞാൻ തന്നെയാണ് എൻ്റെ പ്രശ്നത്തിന്റെ ഉത്തരവാദി. അവര് തേര് പറഞ്ഞാൽ പറഞ്ഞോണ്ടെന്ന് വെക്കും. വേണമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത്രേ ചെയ്യുള്ളൂ, വേറൊന്നും ചെയ്യല്ല. അവരുടെ മനസ്സ് നന്നാകാൻ വേണ്ടിയിട്ട് അവരുടെ വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം എനിക്ക് എന്ത് നന്മയാ വേണ്ടത്? എനിക്കറിയാമല്ലോ ജീവിക്കാൻ. ഞാനങ്ങ് ജീവിച്ചാൽ പോരെ. നിനക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ അങ്ങ് വായിച്ചാൽ മതി. യു ക്യാൻ റീഡ് യുവർ മൈൻഡ്. ഇതാണ് നോയിങ് യുവർ സെൽഫ് എന്ന് പറയുന്നത്.